അല്ലേ ടിഗ്രിയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ബിർ ബഹുട്ടിയാണ്. ബിർ ബഹുട്ടിയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു ബേല ഔർ സാഹിൽ. എല്ലാവർക്കും ഇപ്പൊ കഥ ശരിക്കും മനസ്സിലായിട്ടുണ്ട് അല്ലെ. ബേലയും സാഹിലും സ്കൂളിലേക്ക് പോകുന്നത്, അവിടെ ഉണ്ടായ സംഭവങ്ങള് ബിർ ബഹുട്ടിനെ അവര് അന്വേഷിക്കുന്നത്. അത് കഴിഞ്ഞ് ദുക്കാൻദാറായിട്ടുള്ള ഒരു സംഭാഷണം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു സുരേന്ദർ മാസ്റ്റർജി ആയിട്ടുള്ള ആ ഇൻസിഡന്റ്, അത് നമ്മളൊരു ഡയറി ആയിട്ട് പഠിക്കാൻ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മള് സഫേദ് പട്ടിയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. രണ്ടുപേർക്കും സഫേദ് പട്ടി. ചുട്ടിക്ക് ബാദ് തിരിച്ചു വന്ന ബേലയുടെ തലയിൽ ഒരു സഫേദ് പട്ടിയും അടുത്ത രവിവാറിന് ആരുടെ സാഹിലിന്റെ കാലുമേണ്ടായ ഒരു സഫേദ് പട്ടിയും. രണ്ടുപേരും ഒരുപോലെ ഈ പട്ടി കെട്ടിയുണ്ട്, ഈ ബാൻഡേജ് കെട്ടിയുണ്ട്. രണ്ടുപേരും ബാൻഡേജ് കെട്ടി, വെളുത്ത ബാൻഡേജ് കെട്ടി വരുന്ന രണ്ട് കുട്ടികൾ ഒരുമിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ച് നമ്മൾ എങ്ങനെയാണ് അടുത്ത ഒരു സംഭവമാണ് കേട്ടോ. ലാസ്റ്റ് ഈ പാഠത്തിൽ നമ്മൾ കുറെ സംഭവങ്ങളാണ്, ഈ ഓരോ സംഭവം ഡയറി ആയിട്ട് എഴുതാൻ കിട്ടണം. ഇനി ലാസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 5वीं കക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു. എന്നിട്ട് അവർ രണ്ടുപേരും വേർപിരിയാണ്. ആ സമയത്ത് അവിടെ ഒരു ലെറ്റർ വരുന്നുണ്ട്, അവിടെ ഒരു ഡയറി വരുന്നുണ്ട്. 5वीं കക്ഷ റിസൾട്ട് ആ ഗയാ. 5वीं കക്ഷയുടെ റിസൾട്ട് 5ാം ക്ലാസ് ആണ്. 5ാം ക്ലാസ് വരെ ആ സ്കൂളിലുള്ളൂ. 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. ദോനോ ചട്ടി മേ ആ ഗയേ. ഇപ്പൊ രണ്ടുപേരും ചട്ടി 6ാം ക്ലാസ്സിലെ രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്കായി. യഹ് സ്കൂൾ 5वीं തക് ഹി താ. ഈ സ്കൂളിൽ എത്രയുള്ളൂ? ഇവര് പഠിക്കുന്ന ഈ സ്കൂളിൽ എത്രാം ക്ലാസ് വരെയുള്ളൂ? 5ാം ക്ലാസ് വരെയുള്ളൂ. അതുകൊണ്ട് 6ാം ക്ലാസ്സിലേക്ക് ഈ സ്കൂളിൽ ക്ലാസ് ഇല്ല. 6ാം ക്ലാസ് ആയി അവര്. അപ്പൊ അവര് വേറെ സ്കൂളിലേക്ക് അവർക്ക് പോകണം. സാഹിൽ അത്തും കഹാം പഠിങ്ങി. അപ്പൊ പോവാണ്. രണ്ടുപേരും റിസൾട്ട് വന്നു, രണ്ടുപേരും വേർപിരിയുന്ന ആ ഒരു സീനാണ് ഇവിടെ. അപ്പോ ബേല ഭയങ്കര വിഷമത്തിൽ ചോദിക്കാണ്. നമ്മൾ ലാസ്റ്റ് ഡേ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ ഒരു വേർപിരിയിൽ ഒരു സമയം ഉണ്ടാവും അല്ലെ. എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിറങ്ങുമ്പോ നമ്മൾ കാണാറില്ലേ നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ സ്കൂളിലൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ പിള്ളേര്, നിങ്ങൾ ചെയ്യില്ലായിരിക്കാം, കഴിഞ്ഞ കൊല്ലത്തെ പിള്ളേര് ഓരോ മൂലയിൽ നിന്ന് 2-3 പേരൊക്കെ നിന്ന് കരച്ചില്, അങ്ങോട്ട് വർത്താനം പറഞ്ഞിട്ട് കഴിയുന്നില്ല. കാരണം വേർപിരിഞ്ഞ് പോവുകയാണ്. ഇനി ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല, ഒരുമിച്ച് നടക്കാൻ പറ്റില്ല, ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തില് സങ്കടപ്പെട്ട് വേർപിരിഞ്ഞു പോകുന്ന കുട്ടികളെ, അതാണ് ഇവിടെ ബേലയും സാഹിലിനെയും നമ്മൾ കാണുന്നത്. ബേല വിഷമിച്ചിട്ട് ചോദിക്കാണ്, സാഹിൽ അബ് തും കഹാം പഠോങ്കി, ഇനി നീ എവിടെ പഠിക്കും? ഔത്തും കഹാം പഠോങ്കി ബേല. അതിന് മറുപടി അല്ല സാഹിൽ പറഞ്ഞേ. സാഹിൽ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്, ഔത്തും കഹാം പഠോങ്കി, നീ എവിടെ പഠിക്കും? ബേലയാണ് ആദ്യം ചോദിച്ചത് നീ എവിടെ പഠിക്കുമെന്ന്. അപ്പൊ സാഹിൽ തിരിച്ചു ചോദിക്കാണ്. രണ്ടുപേരും ഒരേപോലെ ചോദ്യങ്ങള്, ഒരേപോലെ സംസാരിക്കുള്ളൂ. സോറി, അതാണ് ഇവിടെ പറയുന്നത്. രണ്ടുപേരും ഒരുപോലെ. ഇവള് ചോദിച്ചു നീ എവിടെയാ പഠിക്കാന്ന്. അപ്പൊ തന്നെ അതിന് മറുപടി പറയാതെ സാഹിലും ചോദിക്കാണ്, തും കഹാം പഠോങ്കി ബേല, मेरा पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम, നീ എവിടെ പോകും? അവൾ ആദ്യം അവളുടെ മറുപടി പറഞ്ഞു, എന്റെ പപ്പ പറഞ്ഞു എന്നെ എവിടെ വിടുമെന്ന്. തുജെ, നിന്നെ പപ്പ എന്നോട് പറഞ്ഞു നിന്നെ എവിടെ വിടുന്നു എന്ന് വെച്ചാൽ ആരെവിടെ? നിന്നെ എന്ന് വെച്ചിരിക്കുന്നത് അവള് പറഞ്ഞത് അവളെ അല്ലെ. ബേല പറയാണ്, എന്നെ രാജകീയ കന്യാ പാഠശാല, രാജകീയ ഗവൺമെന്റ് കന്യാ ഗേൾസിന്റെ പാഠശാല സ്കൂൾ. അപ്പൊ എവിടെ വിടാ? രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് എന്നെ വിടാൻ പോകുന്നത്. മേ പഠായെങ്കി ഔർ തും കഹാം ജാओगी, നീ എവിടേക്ക് പോകുമെന്ന്. കിട്ടിയോ? അപ്പൊ ഇവിടെ ചോദിക്കാണ്, ബേല പറഞ്ഞു, മറുപടി പറഞ്ഞു, എന്നെ എങ്ങോട്ടാണ് അവൾ പഠിക്കാൻ പോകുന്നത്? രാജകീയ കന്യാ പാഠശാല, ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് അവള് പോകുന്നത്. പക്ഷെ അവിടെ ഗേൾസ് സ്കൂളാണ്, അവിടെ സാഹിലിന് വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സാഹിലിനോട് ചോദിക്കാണ്, നീ എവിടെ പോകുന്നു? മുജെ അഗലേ സാൽ അജ്മേർ ഭേജ് ദേംഗെ, എന്നെ എവിടെ വിടും? മുജെ അഗലേ സാൽ അടുത്ത വർഷം, വർഷം കൊല്ലം, അടുത്ത കൊല്ലം 6ലേക്ക് അജ്മേർ ഭേജ് ദേംഗെ, എന്നെ എവിടേക്ക് പറഞ്ഞേക്കും? അജ്മേറിലേക്കാണ് വിടുന്നത്. അജ്മേറില് എന്നെ എവിടെയാണ്? വഹാം ഏക് ഹോസ്റ്റൽ ഹൈ, അവിടെ ഒരു സ്കൂളുണ്ട്, അതിനൊരു ഹോസ്റ്റൽ ഉണ്ട്. ഗർമേ ദൂർ വഹാം അക്കേല രഹൂംഗ, അക്കേല ഒറ്റയ്ക്ക്
ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കേണ്ട ഒരു വീട്ടിൽ നിന്ന് അകലെ അജ്മീറിലെ ഒരു സ്കൂളിൽ ഒരു ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. ക്യോം സാഹിൽ? അപ്പൊ അവള് ചോദിക്കണേ, സാഹിലിനോട് ചോദിക്കണേ, നിന്റെ പാരന്റ്സ് എന്താ ഇവിടെ ഒന്നും വിടാണ്ട് അജ്മീറിലേക്ക് വിടുന്നേന്ന്? പതാ നഹി ക്യോം? അവൻ മറുപടി പറയണത് പതാ നഹി, എനിക്കറിയില്ല എന്ന്. തോ യാനി कि अब तुम फुलेरे में ही नहीं रहेंगे. ഇവിടെ ഈ സംഭാഷണം, ഈ ഒരു വാർത്താലാപം പഠിക്കണം കേട്ടോ. ബേലയും സാഹിലും തമ്മിൽ ആദ്യം ഒരു സംഭവം നമ്മൾ പറഞ്ഞു ഇല്ലേ? തുടക്കത്തില് നമ്മളൊരു വാർത്താലാപം പറഞ്ഞു, ബേലയും സാഹിലും. ഇവിടെ അടുത്തത് ബേലയും സാഹിലും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ 5वीं കക്ഷയുടെ റിസൾട്ട് വന്ന അന്നത്തെ ഇപ്പൊ ഈ പറഞ്ഞ ലൈൻ ഫുള്ള് എഴുതാൻ കിട്ടണം. तो यानी कि अब तुम फुलेरे में ही नहीं रहेंगे. ഇവരുടെ നാട് എവിടെയാ? ഫുലേരയിലല്ലേ. അപ്പൊ ഇനി നീ ഫുലേരയിൽ നിൽക്കില്ലാലേ, ഇനി നീ ഫുലേരയിൽ ഉണ്ടാവില്ലാലേന്ന്, നീ അജ്മീറിലേക്ക് പോകുകയാണേന്ന്. നഹി തുമാരാ റിപ്പോർട്ട് കാർഡ് ദിക്കാന. അവൻ പറയില്ല, നഹി ഇല്ല, ഞാൻ ഇനി ഫുലേരയിൽ ഉണ്ടാവില്ല, ഞാൻ പോവുകയാണ്. അപ്പൊ അവസാനമായിട്ട് അവൻ ചോദിക്കാണ്, നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ചു തരാം. ദിക്കാന, കാണിച്ചു തരുമോ അല്ലെ? അവരുടെ റിസൾട്ട് വന്നു, അവർ ആ റിപ്പോർട്ട് കാർഡ് വാങ്ങിച്ചു നിൽക്കാണ്. ആ റിപ്പോർട്ട് കാർഡ് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന്. ഇത്ര നാളും ബേലയും സാഹിലും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് കളിച്ചു, രണ്ടുപേരുടെ സാധനങ്ങൾ എല്ലാം രണ്ടുപേരും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു. പക്ഷെ അവസാനമായിട്ട് രണ്ടുപേരും പിരിയാൻ പോവാണ്. അപ്പൊ ബേല ചോദിക്കുകയാണ്, तुम्हारी रिपोर्ट कार्ड ഒന്ന് തരുമെന്ന്. സാഹിൽ बेला का रिपोर्ट कार्ड देख रहा था. സാഹിൽ ബേല റിപ്പോർട്ട് കാർഡ് കൊടുത്താൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കാണ്. അവർ ബേല സാഹിൽ കാ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബേല സാഹിലിന്റെ റിപ്പോർട്ടും സാഹിൽ ബേലയുടെയും റിപ്പോർട്ട് കാർഡ് നോക്കാണ്. ആജ് ആഖിരി ബാരി वे एक दूसरे की कोई चीज को छू कर देख रहे थे. चूना, चू തൊടുക, സ്പർശിക്കുക. ആഖിരി അവസാനമായിട്ട്. കാരണം ഇത്രയും നാള് അവര് രണ്ടുപേരും ഒരുമിച്ചാണ്, രണ്ടുപേരും അവരവരുടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ ഇനി രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോവാണ്. ഫുലേരയിൽ ഇനി അവൻ ഉണ്ടാകില്ല, അവൻ അജ്മീറിലേക്ക് പോവുകയാണ്. അപ്പോ അവന്റെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് സാഹിലും സാഹിലിന്റെ റിപ്പോർട്ടിംഗ് കാർഡ് ബേലയും, രണ്ടുപേരും അവസാനമായിട്ട് അവസാനമായിട്ട് ഏറ്റവും അവസാനമായിട്ട് ഏക് ദൂസരേ കാ കോയി ചീസ്, ഒരാള് മറ്റൊരാളുടെ വസ്തു അവസാനമായിട്ട് തൊടുകയാണ്. ഇനി അവർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റില്ല, അവർ രണ്ടുപേരും രണ്ട് നാട്ടിലേക്ക് പോണേ. ചൂക്കർ ദേഖ് രഹേ തേ. അതുകൊണ്ട് ആ റിപ്പോർട്ട് കാർഡ്, ആ മാർക്ക് ലിസ്റ്റ് തൊട്ട് അത് പിടിച്ച് രണ്ടുപേരും അങ്ങോട്ട് കണ്ടു. ബേല സാഹിലിന്റെയും സാഹിൽ ബേലയുടെയും മാർക്ക് ലിസ്റ്റ് നോക്കുകയാണ്. തുമാരി ആങ്ക്മേ ആസു ക്യോ മാരി ഹേ ബേല. സാഹിൽ ചോദിക്കണേ, നീ എന്തിനാ കരയണേ? നിന്റെ കണ്ണിൽ എന്താ ആംസു കണ്ണുനീര്? തുമാരെ ആങ്ക്മേ ആംസു, നിന്റെ കണ്ണില് കണ്ണുനീര് വരുന്നുണ്ടല്ലോ. നിൽക്കോ, എന്തിനാ നീ കരയണേന്ന്? മുജേ ക്യാ ബത്താ. അവൾക്ക് എനിക്കെന്താ അറിയാ, എന്റെ കണ്ണിൽ എന്താ വെള്ളം വന്നെന്ന് എനിക്കറിയില്ല. ബേലാനെ ഡബ് ഡബായി ആങ്കോം സേ. ഡബ്ഡമായി. നമ്മളോട് ഒരാൾ ചോദിക്കണേ, എന്താ നീ കരയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കാണ്. പക്ഷെ നമ്മൾ എന്തിനാ കരയണേന്ന് പറയൂ? നമ്മള് പറയണേ ഡബ്ഡബായി ആങ്കോമേ, നിറഞ്ഞ കണ്ണുകളിൽ കണ്ണുനീരിങ്ങനെ നിറഞ്ഞിങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എന്നിട്ട് അവള് ചോദിക്കാണ്, എനിക്കെന്താ അറിയാ, എനിക്കെങ്ങനെ അറിയാം, ഞാൻ എന്തിനാ കരയണേന്ന് ചോദിക്കാണ്. സേ ഹസ്തേ ഹുയിക്കഹ. കണ്ണില് ശരിക്കും വെള്ളം നിറഞ്ഞു നിൽക്കുക, കരയണല്ലേ. പക്ഷെ എന്നിട്ടും ഹസ്തേ, ചിരിച്ചിട്ട് പറയാണ്, എനിക്കറിയില്ല ഞാൻ എന്തിനാ കരയണേന്നു. സാഹിൽ കി ആങ്കേം ബിർബഹുട്ടി കി തരം ലാൽ ഹോനെ ലഗി. എന്താ ബിർബഹുട്ടിയുടെ കളർ എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറയുന്നു ബിർബഹുട്ടി ലാൽ കളർ അല്ലെ, നല്ല രക്തത്തിന്റെ ഗൂൻ കാ തരം ലാലാണെന്ന് പറയും, രക്തത്തിന്റെ ചുവപ്പ്. സാഹിലിന്റെ കണ്ണുകള്, നമ്മൾ കരഞ്ഞ് കണ്ണിന് എന്ത് സംഭവിക്കും? നല്ല ചുമക്കില്ലേ. ഇവിടെ സാഹിലിന്റെ കണ്ണും ദുഃഖം കൊണ്ട്, വിഷമം കൊണ്ട് ചുവന്നു. तरह लाल होने लगी थी और उनमें बारिश की बूंदों से पानी भर गया. അതിന്മേലും എന്ന് വെച്ചാൽ ആ കണ്ണിലും. സാഹിൽ ബേലോട് ചോദിച്ചു, നീ എന്തിനാ കരയണേന്ന്? പക്ഷെ സാഹിലിന്റെ കണ്ണും ചുവന്ന് അതിന്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞു നിൽക്കാണ്. ബാരിഷ് കെ ബൂന്തോം സെ. ബാരിഷ് എന്താ? മഴയുടെ ബൂന്തോം തുള്ളി, മഴത്തുള്ളി ഇങ്ങനെ വീഴുമ്പോ വെള്ളം ഇങ്ങനെ വീഴില്ലേ, ആ തുള്ളി നിൽക്കില്ലേ, അതുപോലെ ഇവന്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ബൂന്തോം സോ
പാനി ബർ ഗയാത്ത, കണ്ണിന് വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കാന്ന് വെച്ചാൽ അവനും കരയാണ്. ബേല കഹ്നെ ലഗി, അപ്പൊ ഇത് കണ്ടിട്ട് ബേല പറയാണ് മെയിൻ ചിടാവൂ അബ് തുമേ, ഞാൻ നിന്നെ ഇപ്പൊ ചിടാവൂ, ദേഷ്യം പിടിപ്പിക്കട്ടെ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന് ഇവളോട് ചോദിച്ചു, നീ എന്തിനാ കരയണേന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഇവള് നോക്കിയപ്പോ ബേലയുടെ സാഹിലിന്റെ കണ്ണ് ചുവന്ന് ഇതിപ്പ കരയുന്നുള്ള ഇതിൽ വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. അപ്പൊ അവള് ചോദിക്കാണ് മെയിൻ ചിടാവൂ അബ് തുമേ, ഞാൻ നിന്നെ ചിടാവൂ, ദേഷ്യം പിടിപ്പിക്കട്ടെ. രോനി സുരത് സാഹിൽ, രോനി സുരത് സാഹിൽ എന്ന് പറഞ്ഞിട്ട് അവൾ കളിയാക്കിയത്. രോനി രോനി രോന, രോന കരയുക, രോനി സുരത്, സുരത്ത് മുഖം, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞ് അവള് വിളിച്ച് കളിയാക്കിയാണ്. രോനി സുരത് സാഹിൽ, രോനി സുരത് സാഹിൽ. ബാരിഷാനിയമേയും. അപ്പൊ അവിടെ അവരുടെ സംഭാഷണം കഴിയാണ്. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം. രണ്ടുപേരും ലാസ്റ്റ് ദിവസം സ്കൂളിലെ മാർക്ക് ലിസ്റ്റ് കിട്ടി, രണ്ടുപേരും വേർപിരിഞ്ഞ് പോവുകയാണ്. അടുത്ത പാരഗ്രാഫോട് നമ്മൾ അവസാനിക്കാണ്. ബാരിഷ് ആനേമേ 1.5 മഹീന ബാക്കി ഹൈ. എത്ര നാളുണ്ട്? ബാരിഷ് ആനേ, മഴ വരാൻ. സ്കൂളിൽ റിസൾട്ട് വന്നു, സ്കൂളിൽ പൂട്ടി, പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. പക്ഷെ മഴ തുടങ്ങുന്നു, നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയല്ലേ. മഴ തുടങ്ങണമെങ്കിൽ ഇനിയും എത്ര സമയമുണ്ട്? 1.5 മഹീന, 1.5 1.5 മാസം കൂടിയുണ്ട്. ബാക്കിയുണ്ട്, 1.5 മാസം ബാക്കിയുണ്ട് മഴ പെയ്യാനായിട്ട്. ലേക്കിൻ യഹ് ബാരിഷ് സേ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ താ. ഇമ്പോർട്ടന്റ് ലൈൻ ആണ് കേട്ടോ. എന്താ അതിന്റെ മീനിങ്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. യഹ് ബാരിഷ് സേ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ താ. അതിനൊരു ഡ്യുവൽ മീനിങ് കൂടിയുണ്ട്, ദ്വയാർത്ഥമുണ്ട്. എന്താ? ബാരിഷ് സേ പഹലെ, മഴക്കാലത്തിന്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും മഴ പെയ്യും. മഴയ്ക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ എന്ന് പറഞ്ഞാൽ എന്താ? വേനൽക്കാലത്തിന്റെ മഴ. എന്താ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന മഴ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, എല്ലാവരും നോക്കിയിരിക്കും. കാരണം നല്ല വെയില്, നല്ല ചൂടുള്ള സമയത്ത് ഒരു മഴ കിട്ടുക ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അതാണ് ഇവിടത്തെ ഈ മഴയുടെ പ്രത്യേകത. യഹാം ബാരിഷ് സേ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ താ. ശരിക്കും മഴക്കാലമല്ല, മഴക്കാലത്തിന് മുൻപുള്ള ഒരു മഴയുടെ ദിവസം. ഇവിടെ ബാരിഷ് ആ കുട്ടികളുടെ കരച്ചിൽ, കണ്ണിൽ നിന്നുള്ള വെള്ളമാണ്. അതാണ് ഇവിടുത്തെ. എന്നുവെച്ചാ രണ്ടുപേരും വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുകയാണ്, രണ്ടുപേരും നിന്ന് കരയാണ്. ആസ്മാൻ മേ ഗട്ടായെ ഗിരീതി, ആസ്മാൻ മേ, ആസ്മാൻ ആകാശം, ആകാശത്ത് മുഴുവൻ ഗട്ടായെ, ഗട്ടായ മേഘങ്ങള് ഗിരീതി, നിറയെ മേഘാണ്. എന്ന് വെച്ചാൽ എന്താണ്? മഴ ഇപ്പൊ പെയ്യും എന്നുള്ള മട്ടിലെ ആകാശത്ത് കാർമേഘം നിറഞ്ഞു നിൽക്കാണ്. ധൂൽ ബരി തേസ്, ധൂൽ പൊടി, ധൂൽ എന്താ? പൊടി നിറഞ്ഞ തേസ് ഹവായി, കാറ്റത്ത് പൊടി ഇങ്ങനെ പറന്നു വരില്ലേ. വേനൽക്കാലത്തിന്റെ പ്രത്യേകതയാണ്. കാറ്റുണ്ടാവും, എന്താ സംഭവിക്കാം? ആ പൊടി അല്ലെങ്കിൽ മണ്ണ് കാറ്റത്ത് ഇങ്ങോട്ട് വരികയാണ്. ധൂൽ ബരി തേസ് ഹവായി ചൽ രഹി തീ, പാനി ബരസ് രഹാ താ, മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ വേനൽക്കാലത്തിന്റെ മഴയാണ്. മഴ പെയ്തു തുടങ്ങി. കാറ്റ് എങ്ങനെയാ വീശിരുന്നത്? പൊടി നിറഞ്ഞ, മണ്ണ് നിറഞ്ഞ കാറ്റ് വീശിരുന്നു. മഴ പെയ്യാൻ തുടങ്ങാണ്. പാനി ബരസ് രഹാ താ. फुलेरा कस्बे में बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. ഇനി രണ്ട് കാര്യങ്ങൾ, രണ്ട് ദൃശ്യങ്ങളാണ് ഇവിടെ പ്രഭാജി പറയുന്നത്. നമ്മുടെ ലേഖം പറഞ്ഞ രണ്ട് ദൃശ്യങ്ങള്. എന്താ രണ്ട് ദൃശ്യങ്ങൾ ഇവിടെ? धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था, फुलेरा कस्बे की बादल. फुलेरा कस्बे, കസ്ബേ എന്താ? കസ്ബ, സ്മോൾ ടൗൺ. ഫുലേറ എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിലെ ബാദൽ ചായി, ബദൽ മേഘം വ്യാപിച്ചെന്ന് വെച്ചാൽ നല്ല മേഘം മൂടി നിൽക്കുക, കാർമേഘം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്ത് മഴ ഇപ്പൊ പെയ്യും, നന്നായിട്ട് മേഘമുണ്ട്. ഏക് ഗലിമേ, ഫുലേരയിലെ ഒരു ഗലി തെരുവില്, ഫുലേരയിലെ ഒരു റോട്ടിൽ കാണുന്നതാണ് അവസാനത്തെ സീനായിട്ട് ആ കഥയിൽ പറയാണ്. അവസാനത്തെ സീനില് ഒരു കാഴ്ച കാണുകയാണ്. ഫുലേരയിലെ ആ കസ്ബയിലെ बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. ആരാണ്? 5वीं से 6वीं में, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോയ एक लड़की जाने.
5ൽ നിന്ന് 6ലേക്ക് കടന്ന ഒരു കുട്ടി നടക്കുകയാണ്. ഉസ്കെ ബൂരെ ബാൽ, അവളുടെ മുടി മുഴുവനും ബിർബഹുട്ടി കെ രംഗ് കെ ലാൽ റിബൻ സെ ബന്ധേ തേ. എന്താ അവളുടെ മുടി എന്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്? ബിർബഹുട്ടിയുടെ കളറുള്ള ആ ചുവന്ന കളറുള്ള റിബൺ കൊണ്ട് കെട്ടി വെച്ചേക്കാണ്. ദൂസരി ദിശാമേ, അടുത്ത വേറെ രണ്ടുപേരും രണ്ട് വഴിക്ക്. ഇത്രയും നാൾ ഒരുമിച്ചാണ് പോയിരുന്നത്, ഒരുമിച്ചിരുന്ന് അവര് സ്കൂളിലേക്ക് പോയിരുന്നതും വന്നിരുന്നതും ഒക്കെ. പക്ഷെ ഇപ്പോ ലാസ്റ്റ് രണ്ടുപേരും വേർപാടാണ് ഇവിടെ കാണിക്കുന്നത്. ഫുലേരയിലെ ഒരു തെരുവിൽ കൂടെ ചുവന്ന റിബൺ കെട്ടിയ ആ കുട്ടി ആരാണ് അവിടെ? ബേല. ബേല ഒരു വശത്തേക്ക് പോകാണ്, മറുവശത്ത് ആരാ പോണത്? രണ്ടുപേരൊന്നും ഒരുമിച്ചല്ല പോണേ, രണ്ടുപേരും വേറെ വേറെ പോവാൻ തുടങ്ങി. एक लड़की जा रही थी, उसके बूरे बाल बिरबहुटियों के रंग के लाल रिबन से बंधे थे, बंधे കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में, दूसरी दिशा ബേല ഈ ദിശയിലേക്ക് പോവുകയാണെങ്കിൽ दूसरी दिशा വേറെ ദിശയിലേക്ക് പോകുന്ന സാഹിൽ. दूसरी दिशा को जाती एक गली में 5वीं से छठी में गया. അവനും എത്രയാം ക്ലാസ്സിൽ നിന്നാണ്? 5वीं നിന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് ചട്ടി 6ാം ക്ലാസ്സിലേക്ക് കടന്നു പോയ एक 11 साल का लड़का, 11 വയസ്സുള്ള ആ കുട്ടി ലड़का जा रहा था. ശരിയോ? അപ്പൊ ഒരു വശത്തേക്ക് ബേല പോയി, മറുവശത്തേക്ക് സാഹിൽ പോകാണ്. ഇസ്കെ പിടിലി മേ, അവന്റെ പിടിലിയിൽ എന്തുണ്ടായിരുന്നു? ബിർബഹുട്ടിക്ക് രംഗ് കാ സാം 1 इंच लंबा चोट का निशान था. രണ്ടുപേരും അവിടെ സാമ്യം പറയാണ്. അവളുടെ തലയില് ചുമന്ന റിബൺ അല്ലെ, ചുമന്ന റിബൺ ആണ് അവളുടെ തലയിലുള്ളത്. ഇവിടെ സാഹിലോ, സാഹിൽ നടന്നു പോകുമ്പോ അവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. അവളുടെ തലയിൽ ചുമന്ന റിബൺ കൊണ്ട് ബിർബഹുട്ടിയുടെ ലാൽ കളറിലുള്ള നിറം, ആ ചുവന്ന കളറുള്ള റിബൺ ആണെങ്കിൽ ഇവന്റെ കാലിന്മേൽ എന്തുണ്ട്? റിബൺ അല്ല കെട്ടിയിരിക്കുന്നത്. അവിടെ എന്താണ്? ഇസ്കെ പിടിലിമേ ബിർബഹുട്ടിക്ക് രംഗ് കാസാ, രംഗ് കാസാ രംഗ് പോലെ ബിർബഹുട്ടിയുടെ കളറിലുള്ള 1 इंच ലംബ, 1 ഇഞ്ച് നീളമുള്ള ചോട്ട് കാ നിഷാൻ, ആ മുറിവിന്റെ നിഷാൻ അടയാളം അവിടെയുണ്ട്. അവന്റെ കാല് ചുവന്ന അടയാളം, ആണി കൊണ്ട അടയാളം ഉണ്ടല്ലോ, 1 ഇഞ്ച് നീളത്തിലെ ആ ആണി കൊണ്ട അടയാളം ചുമന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെയും രണ്ടുപേരും തമ്മിലുള്ള കമ്പാരിസൺ. അവളുടെ തലയില് ചുമന്ന റിബൺ, ഇവന്റെ കാലുമേ ആ ചുമന്ന അടയാളം. അപ്പൊ ഇവിടെ രണ്ടുപേരും അവസാനം പിരിഞ്ഞ് പോവുകയാണ്. അവിടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഇതിന്റെ ഒപ്പം അയച്ചു തരാം നിങ്ങൾക്ക്.